ഹായ് ഗായ്സ്, വെൽക്കം ടു എഡ്യൂലൈൻ. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ ടോപ്പിക് ആയിട്ടാണ്. അതാണ് നമ്മുടെ എഡ്ജ് എ ഐ എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് എ ഐ എന്ന് പറഞ്ഞാൽ, അത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ എഡ്ജ് എ ഐ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇത് നല്ല കിടിലൻ ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് വെച്ചിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ എഡ്ജ് എ ഐ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കറിയാമല്ലോ നമ്മൾ ചെയ്യുന്ന ആ പ്രൊജക്റ്റിന്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും നമ്മളെ കമ്പനീസ് ഒക്കെ ഇങ്ങനെ കൊത്തിക്കൊണ്ട് പോകുന്നത്, അല്ലെ? അപ്പോ ഇപ്പോ റീസെന്റ് ആയിട്ടുള്ള ഈ ടോപ്പിക്കുകളാണ് എഡ്ജ് എ ഐ, പിന്നെ വേറൊരെണ്ണമുണ്ട് ടൈനി എം എൽ എന്ന് പറയും. എഡ്ജ് എ ഐ ആൻഡ് ടൈനി എം എൽ. ഓക്കെ, അപ്പൊ ഇതൊന്ന് കേട്ടിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്രൊജക്റ്റിലേക്കാണ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസിൽ നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒരു കഴിവ് വേണ്ടേ? ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ എഡ്ജ് എ ഐ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എന്താണ് എഡ്ജ് എ എന്ന് പറയുന്നത്? ഈ എഡ്ജ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അതൊരു കോമ്പിനേഷൻ ആണ്. അതായത് എഡ്ജ് ഡിവൈസസിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് എഡ്ജ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റൻ ഉണ്ട്, എന്താണ് എഡ്ജ് ഡിവൈസ് എന്ന് പറയുന്നത്? എഡ്ജ് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എംബഡഡ് സിസ്റ്റംസ് ആണ്. എംബഡഡ് സിസ്റ്റം എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അല്ലെ? അപ്പൊ ഈ എംബഡഡ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ഈ എഡ്ജ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടെ ഈ എംബഡഡ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കിനുമാണ് ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് എഡ്ജ് എ ഐ ആകുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഡേറ്റയെ മുഴുവൻ സെൻസ് ചെയ്തെടുക്കുക. അപ്പൊ ഈ എഡ്ജ് എ ഐ ഡിവൈസസ് എന്ന് പറയുന്ന അവിടെ നമ്മൾ ഒരുപാട് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡിവൈസസുകൾ അല്ലെങ്കിൽ ഈ എംബഡഡ് സിസ്റ്റംസ്, അതായത് ചെറിയ ചെറിയ ഡിവൈസസുകൾ, ഈ ഡിവൈസസ് എന്ത് ചെയ്യും? സെൻസർ യൂസ് ചെയ്തിട്ട് ഡേറ്റയെ ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? അത് അവിടെ തന്നെ പ്രോസസ് ചെയ്യും. ഓക്കെ, അതായത് വേറൊരു ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു സെർവറിലേക്കോ ക്ലൗഡിലേക്കോ ഡേറ്റയെ അപ്ലോഡ് ചെയ്യാതെ എവിടെ നിന്നാണോ ഡേറ്റ എടുത്തത്, എവിടെ വെച്ചിട്ടാണോ ഡേറ്റ എടുത്തത്, ആ ഒരു ഏരിയയിൽ തന്നെ അല്ലെങ്കിൽ അവിടെ തന്നെ എന്ത് ചെയ്യും? ആ ഒരു ഡേറ്റയെ പ്രോസസ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡേറ്റ ഒരിടത്തും നമ്മൾ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യുന്നില്ല. ഒരു ക്ലൗഡിലും അല്ലെങ്കിൽ ഒരു സെർവറിലും കൊണ്ടുപോയിട്ട് ഡേറ്റയെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല. ഓക്കെ, എവിടെ നിന്നാണോ ഡേറ്റയെ സെൻസ് ചെയ്തെടുക്കുന്നത്, ഡേറ്റയെ സെൻസ് ചെയ്തെടുക്കുക, അന്നേരം തന്നെ പ്രോസസ് ചെയ്യുക, ആ ഡിവൈസസിൽ തന്നെ അതിനെ പ്രോസസ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എടുക്കുക. പെട്ടെന്നുള്ള പരിപാടിയാണ്. അപ്പം ഡേറ്റയെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യുന്നതിന് കുറച്ച് സമയം എടുക്കും. അവിടെ നിന്ന് പ്രോസസ് ചെയ്ത് തിരിച്ച് ഇൻഫർമേഷൻ ഈ ഡിവൈസിലേക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ ആ ഡിലേ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ക്വിക്ക് ആയിട്ടുള്ള ആക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും ഈ എഡ്ജ് ഐ ഡിവൈസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിന്റെ ഏറ്റവും വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കണക്ടിവിറ്റിയുടെ ആവശ്യമില്ല. വേറൊരു കണക്ടിവിറ്റിയുടെ ആവശ്യമില്ല. നമുക്ക് ഡിസിഷൻസ് ലോക്കലായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് നമ്മളിപ്പം നമ്മൾ ഡേറ്റയെ സെൻസർ യൂസ് ചെയ്തിട്ട് സെൻസ് ചെയ്തെടുക്കുന്ന ഡേറ്റ മൊത്തവും സെർവറിലേക്ക് നമ്മൾ ലോഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ സെർവറിലേക്ക് നമ്മൾ ആ ഡേറ്റയെ ലോഡ് ചെയ്യുന്നേ ഇല്ല. ഒരു സെർവറിലും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ക്ലൗഡിലേക്ക് നമ്മൾ ഡേറ്റയെ നമ്മൾ ലോഡ് ചെയ്യുന്നില്ല. അപ്പം എന്ത് ചെയ്യുക? അവിടെ തന്നെ അതായത് എവിടെ നിന്നാണോ ഡേറ്റ ജനറേറ്റ് ചെയ്ത് ആ ഏരിയയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ തന്നെ നമ്മൾ ആ ഡേറ്റയെ നമ്മൾ പ്രോസസ് ചെയ്തെടുക്കുക. അപ്പൊ ഡിസിഷൻസ് നമുക്ക് ലോക്കലായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ അവിടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എനർജി സേവ് ചെയ്യാം, കോസ്റ്റ് സേവ് ചെയ്യാം, അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് എഡ്ജ് എ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം എഡ്ജ് എ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എഡ്ജിൽ നമ്മൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ അതിന്റെ ഒരു ആ പറയുന്ന നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസിഷൻ എടുക്കുന്ന എവിടെയാണ്? ഓൺ ദ എഡ്ജിൽ തന്നെയാണ്, അല്ലെങ്കിൽ എഡ്ജ് ഡിവൈസിൽ തന്നെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. നമ്മൾ വേറെ ഒരിടത്തും കൊണ്ടുപോയി ഡേറ്റയെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല. അത് നമുക്കൊരു സെർവറിന്റെ ആവശ്യമില്ല, ഒരു ക്ലൗഡിന്റെ ആവശ്യമില്ല, ഇവരുടെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോക്കലായിട്ട് തന്നെ നമുക്ക് ഡിസിഷൻ പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എഡ്ജ് എയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലേ? നമുക്ക് പ്രൊജക്റ്റിന് വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ്, അല്ലെ? നമുക്ക് ഹാർഡ്വെയർ പ്രൊജക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഹാർഡ്വെയർസ് എഡ്ജ് എയുടെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാർഡ്വെയർസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഇല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ എഡ്ജ് എ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ നമ്മുടെ ക്ലൗഡ് ആണ്. ഈ ഇങ്ങേ സൈഡിൽ കാണിച്ചിരിക്കുന്ന നമ്മുടെ ക്ലൗഡ് ആണ്. ക്ലൗഡ്, അപ്പം അതിനുശേഷം വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അപ്പം പിന്നുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന സംഭവങ്ങളാണ്, കണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ എൻഡ് ഡിവൈസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഡ്ജ് ഡിവൈസ് എന്ന് പറയുന്നത്. നമുക്ക് വീടുകളിൽ നമുക്ക് യൂസ് ചെയ്യാം, നമ്മുടെ കാറുകളിൽ നമുക്ക് എഡ്ജ് ഡിവൈസ് യൂസ് ചെയ്യാം, മൊബൈൽ ഫോണിലുണ്ട്, ലാപ്ടോപ്പ്, ക്യാമറ,
പിന്നെ ദേ ഇവിടെ നോക്കിയേ, റേഡിയോ കോളർ എന്ന് കേട്ടിട്ടില്ല? അതായത് നമ്മൾ കഴുത്തിൽ ഇങ്ങനെ ഇടുന്ന സാധനം. ഈ ആനയുടെ ഒക്കെ കഴുത്തിൽ നമ്മൾ റേഡിയോ കോളർ നമ്മൾ വെച്ചിട്ട് നമ്മൾ വിടുമല്ലോ. അപ്പൊ ഈ ആനയുടെ ചലനങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ആന എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതുവഴിയാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എഡ്ജ് ഡിവൈസ് ആണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഫാക്ടറീസ് യൂസ് ചെയ്യാം, നമ്മുടെ സ്മാർട്ട് വാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ എഡ്ജ് ഡിവൈസസുകളാണ്. ഇതിനെയൊക്കെയാണ് നമ്മളെ എഡ്ജ് ഡിവൈസസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ നമ്മുടെ ഈ പറയുന്ന എംബഡഡ് സിസ്റ്റം, ഈ എഡ്ജ് ഡിവൈസസ് എന്ന് പറയുന്ന എംബഡഡ് സിസ്റ്റംസ് ആണ്. അതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടെ നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എയുടെ ടെക്നോളജി നമ്മൾ അങ്ങോട്ട് ഇടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യും, അതൊരു എഡ്ജ് ഡിവൈസ് ആയിട്ട് എന്ത് ചെയ്യും, അവിടെ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേറെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോണമസ് വെഹിക്കിൾസ് ഉണ്ടല്ലോ, അതായത് എന്താണ് ഡ്രൈവർലെസ് വെഹിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന വെഹിക്കിൾ ഉണ്ടല്ലോ. അപ്പൊ അത് ഓൺ ബോർഡ് കമ്പ്യൂട്ടറിൽ തന്നെയാണ് എന്ത് ചെയ്യുക, എല്ലാ പ്രോസസ്സും ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഇപ്പം സെൻസറുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ, സെൻസേഴ്സ് നിറയെ സെൻസറുകളായിരിക്കും, ചുറ്റും നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള സെൻസറുകളായിരിക്കും. ഈ സെൻസർ യൂസ് ചെയ്തിട്ട് എടുക്കുന്ന ഡേറ്റ മൊത്തം ക്ലൗഡിലേക്ക് കൊണ്ടുപോയി ലോഡ് ചെയ്ത് അവിടെ നിന്ന് പ്രോസസ് ചെയ്ത് അതിന്റെ ഒരു ഡിസിഷൻ തിരിച്ചു വരുന്ന സമയം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ കാർ എവിടെയെങ്കിലും പോയി ഇടിച്ചിരിക്കും എന്നുള്ള ഉറപ്പല്ലേ? കാരണം അത്രയും ഡിലേ വരും ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഓട്ടോണമസ് വെഹിക്കിൾസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രൈവർലെസ് ആയിട്ടുള്ള വെഹിക്കിളിലൊക്കെ എന്താ ചെയ്യുക, ഓൺ ബോർഡ് കമ്പ്യൂട്ടറിൽ തന്നെ, അതിൽ ആ വെഹിക്കിളിനകത്തുള്ള കമ്പ്യൂട്ടറിൽ തന്നെയാണ് എന്ത് ചെയ്യുക, കിട്ടുന്ന ഡേറ്റ മൊത്തം പ്രോസസ് ചെയ്ത് ക്വിക്കായിട്ടാണ് എന്ത് ചെയ്യുക, ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് അല്ലെ. അപ്പം പെട്ടെന്ന് എന്ത് ചെയ്യും, ബ്രേക്ക് ഇടാൻ പറ്റും, പെട്ടെന്ന് ആക്സലേഷൻ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, പെട്ടെന്നുള്ള ഡിസിഷൻ എടുത്തിട്ട് അതിന് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ആ ഒരു കാറിന് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ എഡ്ജ് എയുടെ ഒരു അല്ലെങ്കിൽ ആ ഒരു എഡ്ജ് എ എന്നുള്ള ആ ഒരു ഇതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ഓട്ടോണമസ് വെഹിക്കിൾ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഈ അഡ്വാൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ബ്ലർപ്പ് എന്ന് പറയും, BLERP എന്ന് പറയും. ബി എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് ആണ്, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റൻസി ആണ്, ഓക്കെ, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്കൽ ആണ്, പിന്നെ റിലയബിൾ ആണ്, പ്രൈവസി നമുക്ക് തരുന്നുണ്ട്. അതാണ് ബ്ലർപ്പ് എന്നുകൊണ്ട് ഷോർട്ട് ഫോം ആണ്. ഓക്കെ, ഈ തന്നിരിക്കുന്നത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ്, വലിയൊരു അഡ്വാൻറ്റേജ് ബാൻഡ് വിഡ്ത്ത്. അതായത് ഇപ്പം ഈ ഒരു എന്താണ് നമ്മൾ നെറ്റ്വർക്ക് നോക്കുവാണെങ്കിൽ അവിടെ ബാൻഡ് വിഡ്ത്ത് വലിയൊരു പ്രശ്നമാണല്ലേ, ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വരുന്നതാണ് ഈ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന സാധനം. അപ്പം എഡ്ജ് എയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഒരിടത്തും കൊണ്ടുപോയി ഡേറ്റ അപ്ലോഡ് ചെയ്യുന്നില്ലല്ലോ. ഒരിടത്തും കൊണ്ടുപോയി നമുക്ക് ഡേറ്റ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് പിന്നെ നമുക്ക് എന്തിനാ ബാൻഡ് വിഡ്ത്തിനെ കുറിച്ച് നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ആവശ്യമേ നമുക്കില്ല. അപ്പൊ നമ്മൾ ഡേറ്റ മുഴുവൻ എന്ത് അനലൈസ് ചെയ്യുന്നത് നമ്മുടെ IoT ഡിവൈസിനകത്ത് തന്നെ ആയിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ എങ്ങും കൊണ്ടുപോയി ഡേറ്റ അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പൊ ബാൻഡ് വിഡ്ത്തിനെ കുറിച്ചിട്ട് നമ്മൾ വിചാരിക്കുകയേ വേണ്ട. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ. രണ്ടാമത് വരുന്നതാണ് ലേറ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ ലേറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം റൗണ്ട് ട്രിപ്പ് ടൈം എന്ന് പറയും, ഡേറ്റയുടെ റൗണ്ട് ട്രിപ്പ് ടൈം. അതായത് ഡേറ്റ ഒരിടത്തു നിന്ന് എടുത്തിട്ട് ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ ക്ലൗഡിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ സെർവറിൽ സ്റ്റോർ ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് അതിന്റെ പ്രോസസ് ചെയ്ത റിസൾട്ട് തിരിച്ചു കിട്ടും അല്ലെ. അപ്പൊ ആ ഒരു ടൈമാണ് നമ്മൾ റൗണ്ട് ട്രിപ്പ് ടൈം എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെ ആവശ്യമേ ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം സെൽഫ് ഡ്രൈവിംഗ് കാർ ആണെങ്കിൽ അവിടെ എന്താ ചെയ്യുന്നത്, ഓൺ ബോർഡ് കമ്പ്യൂട്ടറിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ആ കാറിന്റെ സിസ്റ്റം മൊത്തം വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താ, അവിടെ നമ്മൾ ഒരിടത്തും ഡേറ്റയെ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ആ ഒരു ലേറ്റൻസി അല്ലെ, ആ ഒരു ലേറ്റൻസി എന്ന് പറയുന്നത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ലേറ്റൻസി എന്ന് പറഞ്ഞ ഒരു പ്രശ്നമേ അവിടെ ഇല്ല. ഓക്കെ, അപ്പം റൗണ്ട് ട്രിപ്പ് ടൈം എന്ന് പറഞ്ഞ ആ ഒരു പ്രശ്നമേ ഇല്ല, അതിന്റെ ഒരു പ്രോബ്ലം വരുന്നില്ല. കാരണം എല്ലാം അവിടെ തന്നെയല്ലേ ചെയ്യുന്നത്. ഡേറ്റ എവിടെയാണോ ജനറേറ്റ് ചെയ്യുന്നത് അവിടെ തന്നെയാണ് നമ്മൾ പ്രോസസ് ചെയ്ത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ലേറ്റൻസിയുടെ ഒരു പ്രശ്നവും നമുക്കവിടെ വരുന്നില്ല. പിന്നുള്ളതാണ് എക്കണോമിക് എന്ന് പറയുന്നത്. എക്കണോമിക്കലി ഫീസിബിൾ ആണ് ഈ പറയുന്ന കാര്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നല്ല കോസ്റ്റ് ആണ്. ഈ നെറ്റ്വർക്ക് വഴി ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പരിപാടിയാണ് അല്ലെ. അപ്പൊ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം നമ്മൾ എങ്ങോട്ടും കൊണ്ടുപോയി ഡേറ്റ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല, ഡൗൺലോഡും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ എക്കണോമിക്കലി ഫീസിബിൾ ആണ്. റിലയബിലിറ്റി കൂടുതലാണ്. അതെന്തുകൊണ്ടാണ് റിലയബിലിറ്റി കൂടുതൽ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? അപ്പം ഇവിടെ നമ്മൾ എന്താണ്, ഇപ്പം നമ്മൾ ഈ പറയുന്ന ഇപ്പൊ ഓൺ ഡിവൈസിലാണ് ഇപ്പം സിസ്റ്റംസ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് വിചാരിച്ചു. ഇപ്പൊ ഓൺ ഡിവൈസ് AI ആണ് നമ്മൾ സിസ്റ്റം മൊത്തം കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നമ്മളത് കൂടുതൽ റിലയബിൾ ആയിരിക്കും. കാരണം ഇപ്പം ഇവിടെ നമ്മൾ ക്ലൗഡിനെ ഒന്നും നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. ക്ലൗഡിനെ നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു സെർവറിനെ ഒരിക്കലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഇപ്പൊ ഇവിടെ നമ്മൾ വയർലെസ് കണക്ടിവിറ്റി ഒന്നും നമ്മൾ ഡേറ്റ ആയിട്ട് ആഡ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വയർലെസ് കണക്ടിവിറ്റി ഒന്നുമില്ല. ഇപ്പൊ വൈഫൈ കണക്ടിവിറ്റി ഒന്നുമില്ല.
ഒന്നുമില്ല ആ ഒരു കേസ് ആണെങ്കിൽ എന്താ വൈഫൈ കണക്ടിവിറ്റി കൊടുക്കുവാണെങ്കിൽ നമുക്ക് അവിടെ എന്താ അവിടെ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള വെബ് ഡിപ്പെൻഡൻസീസ് ഒക്കെ വരും അല്ലെ. അപ്പൊ അതൊന്നും ഇല്ലാതെ തന്നെ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് റിലയബിൾ ആണത്. ഓക്കെ. അപ്പം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവസി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര നമുക്ക് പ്രൈവസി ഒരുപാട് പ്രൊവൈഡ് ചെയ്യും. കാരണം ഈ ഡേറ്റ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല, ക്ലൗഡിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ള എംബഡഡ് സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ആ ഡേറ്റ അവിടെ തന്നെയാണല്ലോ ഡേറ്റ പ്രോസസ് ചെയ്യുന്നത്. ആ പ്രോസസ് ചെയ്യുന്ന റിസൾട്ടും ഡേറ്റയും ഒന്നും നമ്മൾ എന്ത് ചെയ്യുക, ക്ലൗഡിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്കൊരു പ്രൈവസി കിട്ടും അല്ലെ. നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് വേറെ ആരും അബ്യൂസ് ചെയ്യത്തില്ല. അപ്പൊ നമ്മുടെ ഡേറ്റ എപ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ഇതിൽ തന്നെ, അതായത് നമ്മുടെ ഡിവൈസിൽ തന്നെ ആയിരിക്കും കിടക്കുന്നത്. വേറെ ക്ലൗഡിലോ അല്ലെങ്കിൽ വേറെ സെർവറിലേക്കോ ഒന്നും പോകുന്നില്ല. നമ്മുടെ ഡിവൈസിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഡേറ്റ കിടക്കുന്നത്. അതുകൊണ്ട് എന്താണ്, ആരും നമ്മുടെ ഡേറ്റയെ അബ്യൂസ് ചെയ്യത്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. എഡ്ജ് എയുടെ അഡ്വാൻറ്റേജസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ബാൻഡ് വിഡ്ത്ത് ഒരു പ്രശ്നമേ അല്ല, ലേറ്റൻസി എന്ന് പറഞ്ഞ ഒരു പ്രശ്നമേ അല്ല, എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്കലി ഫീസിബിൾ ആണ്, റിലയബിലിറ്റി കൂടുതലാണ്, നല്ല പ്രൈവസിയും തരുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന എഡ്ജ് എ ഐ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഡ്ജ് എ ഐ ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇപ്പം കുറെ സ്ഥലങ്ങളിൽ ഇപ്പം ഈ പറയുന്ന പോലെ എഡ്ജ് എ ഐ യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുണ്ട്, എഡ്യൂക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാണ് സ്മാർട്ട് പാർക്സ്. ഓക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ എലിഫന്റിന്റെ ആനയുടെ ഒക്കെ കഴുത്തിൽ നമ്മൾ കോളർ യൂസ് ചെയ്യുമല്ലോ, കോളർ, റേഡിയോ കോളർ എന്നൊക്കെ പറയത്തില്ലേ, ഈ സാധനം വെച്ചിട്ട് അപ്പൊ ഈ ഇതിന്റെ ബിഹേവിയർ എന്താണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ അറിയാൻ പറ്റും ഈ ആന എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിന്റെ ബിഹേവിയർ എന്താണെന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം അതൊരു എക്സാമ്പിൾ ആണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ഐസോ ഇലക്ട്രോസ് റാം 1 എന്ന് പറയും. ഈ സാധനം എന്തിനാ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ ഒരു എഡ്ജ് എ ഡിവൈസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ കാട്ടുതീ ഉണ്ടല്ലോ, ഫോറസ്റ്റ് ഫയേഴ്സ്, അപ്പൊ ഈ കാട്ടുതീ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യും ഈ പറയുന്ന ഐസോ ഇലക്ട്രോസ് റാം 1 എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസ്, എഡ്ജ് എ ഡിവൈസ്. ഇത് കാട്ടുതീയെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഇതൊക്കെ രണ്ട് എക്സാമ്പിൾസ് ആണ്, ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് ഇതുപോലെ. അപ്പൊ നമുക്ക് പോകെ ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ പറയാം, കുറെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇതൂടെ നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം വേണ്ടേ നമ്മുടെ പ്രൊജക്ട് ചെയ്യാൻ നേരത്ത്. സോ അപ്പോൾ എഡ്ജ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് എഡ്ജ് എ ഡാറ്റ ഡസ് നോട്ട് നീഡ് ടു ലീവ് ദ ഡിവൈസ്, ഇറ്റ് ഇംപ്രൂവ്സ് ദ പ്രൈവസി ഫോർ ദ യൂസേഴ്സ്. കാരണം ഡാറ്റ ഒരിക്കലും ആ ഡിവൈസിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് പോകുന്നില്ല അല്ലെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രൈവസി നമുക്ക് കിട്ടുന്നുണ്ട്, എഡ്ജ് എ യൂസ് ചെയ്തിട്ട് പ്രൈവസി കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ്, നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മുടെ സെർവർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ബാക്ക് വരുന്നതാണല്ലോ സെർവർ എന്ന് പറയുന്നത്. സെർവർ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. അപ്പൊ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, വെറുതെ എന്തിനാണ് അതിനൊക്കെ പൈസ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. കണ്ടോ, സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ ഡിവൈസിൽ, ഓൺ ഡിവൈസസിൽ തന്നെ എല്ലാ പരിപാടിയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ എഡ്ജ് എ ഐ ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എഡ്ജ് എ ഐ എന്താണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. താങ്ക് യു.